ശ്രീ എ ഷുക്കൂർ, കാരണം ചരിത്രം വീണ്ടും ചർച്ചയാക്കപ്പെടുകയാണ്. ആ ചർച്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് 96 തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. അങ്ങനെ കേരളത്തിൽ മുഴുവൻ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരു ഇടത് മുന്നണിയുടെ ഒരു തരംഗത്തിലേക്ക് ആ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് നിൽക്കുന്ന സമയത്താണ് വി എസിൻ്റെ തോൽവി വളരെ ആഘാതത്തോടുകൂടി വി എസ് പോലും കാണാത്ത നിലയിൽ എത്തപ്പെടുന്നത്. അപ്പോൾ അന്ന് അതിൻ്റെ സാഹചര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. കാരണം പി ജെ ഫ്രാൻസിസ് പിന്നീട് നേരിട്ട് പിരപ്പൻകോട് മുരളിയോട് പറയുകയാണ്, താൻ പോലും അത്ഭുതപ്പെട്ടിരുന്നു ആ വിജയത്തെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുമ്പോൾ. അതിൻ്റെ മറുവശം കൂടിയാണ് വി എസ് ഈ പിരപ്പൻകോട് മുരളിയുമായിട്ട് അദ്ദേഹം പങ്കുവെച്ച കാര്യങ്ങൾ. അപ്പോൾ ആലപ്പുഴയിൽ അന്നത്തെ രാഷ്ട്രീയം, CIT ബന്ധപ്പെട്ട് വി എസ് മായി നിന്ന അസ്വാരസ്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട ആ കാലഘട്ടങ്ങൾ, അത് വീണ്ടും പിരപ്പൻകോട് മുരളി പറയുമ്പോൾ അതിന് വ്യാപ്തിയുണ്ടോ? താങ്കളൊക്കെ ആ സമയത്ത് പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായിരുന്ന വ്യക്തിയാണ്. എന്താണ് അങ്ങേക്ക് ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്? തീർച്ചയായും പിരപ്പൻകോട് മുരളി പറഞ്ഞ കാര്യങ്ങളിൽ യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും ഉണ്ട്. അത് പിരപ്പൻകോട് മുരളി എനിക്ക് തോന്നുന്നില്ല ഒരു കളവ് പറയും, അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് തന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ തന്റെ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ ഭാഗമായി മറ്റൊരു രൂപത്തിൽ നടന്ന കാര്യത്തെ അവതരിപ്പിക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. മാത്രവുമല്ല, ശ്രീ PJ ഫ്രാൻസിസ് വക്കീൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഒരു തൊട്ടടുത്ത് താമസിക്കുന്ന, എന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായി ഞങ്ങളെല്ലാം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരു പ്രദേശത്താണ്, എന്റെ നഗരത്തിലെ എന്റെ വാർഡിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ വാർഡ് ഭാഗമാണ്. ഞങ്ങളെല്ലാം പാർട്ടിയിൽ വളരെ ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചു പോയി. ഒരു കാലഘട്ടത്തിലും ഫ്രാൻസിസ് വക്കീല് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏത് തെരഞ്ഞെടുപ്പിന് പോയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങളിലാണ് തന്നെ മത്സരിപ്പിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യാം ഷുക്കൂറെ എന്ന് എന്നോട് മാത്രമല്ല എല്ലാവരോടും പാർട്ടി തീരുമാനം അനുസരിക്കുന്നു എന്ന് പറഞ്ഞു തന്നെയാണ് അന്നത്തെ മാരാരിക്കുളം, ഇന്നത്തെ ആലപ്പുഴയല്ല, കഞ്ഞിക്കുഴിയും മൊഹമ്മയും മാത്രം നഗരപ്രദേശം ഉൾക്കൊള്ളാത്ത, അന്നത്തെ പഞ്ചായത്തുകൾ മാത്രം ഉൾക്കൊള്ളുന്ന 96 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. അന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പമുള്ള ായാലും അവിടെ അദ്ദേഹം പോലും മനസ്സിൽ പ്രതീക്ഷിച്ചില്ല. ഏതായാലും അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സന്ദർഭത്തിൽ സഖാവ് അച്യുതാനന്ദൻ തന്നെ നോമിനേഷൻ കൊടുക്കാൻ വന്നിരുന്ന പലപ്പോഴും എനിക്കിങ്ങനെ പ്രഗത്ഭരോട് മത്സരിച്ച് പരാജയപ്പെടേണ്ട അവസ്ഥ വന്നു എന്നുള്ള പരാമർശം കൂടി എല്ലാവരും കേൾക്കെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അത് അച്യുതാനന്ദൻ തന്നെ അത് ആവർത്തിച്ചിട്ടുണ്ടെന്നാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അതാണ് 91 ആ മണ്ഡലം നൽകുന്ന വലിയ ഭൂരിപക്ഷം. അത് പൊതുപ്രവർത്തന രംഗത്ത് നിന്നല്ല, ഒരു പക്ഷേ ഒരു പാർലമെന്ററി രംഗത്തു നിന്നൊക്കെ വി എസ് മാറി നിന്ന ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ പോലും ആ ഒരു മണ്ഡലം നൽകുന്ന ഒരു വലിയ വിജയമുണ്ട്. അപ്പോൾ പിന്നീട് അടുത്ത ഊഴമെന്ന് പറയുമ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ട്. തീർച്ചയായും അവിടെ ഒരു ഇടത് തരംഗത്തിനുള്ള സാധ്യതകളൊക്കെ കാണുകയാണ്. അപ്പോൾ വി എസ് പോലും ഒരു പക്ഷേ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു, പ്രഹരമായിരുന്നു അങ്ങനെയെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. ശ്രീ എ ഷുക്കൂർ, നമ്മൾ ചർച്ച ചെയ്തതാണെങ്കിലും ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നതിന് കൂടുതൽ പ്രസക്തി വരുന്നത് വി എസ് ഇന്നിപ്പോൾ നമ്മുടെ ഇടയിലില്ല. അപ്പോൾ വി എസിനൊപ്പം നിന്ന, വി എസിന്റെ വിശ്വസ്തനായിരുന്ന, മനസ്സറിയുന്ന ഒരു വ്യക്തിയാണ് കാര്യങ്ങൾ വന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും ഉണ്ട് എന്ന് തന്നെ ആണ് എനിക്കും പറയാനുള്ളത്. മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷമുള്ള കൗണ്ടിങ് ഹാള് ഞാൻ പഠിച്ചു വളർന്ന സ്കൂളാണ്. അതായത് ലിയോ 13th ഹൈസ്കൂൾ ഓഡിറ്റോറിയമാണ്. അവിടെ നിയോഗിക്കപ്പെട്ടവർ, ഞാനന്ന് മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുന്ന കാലഘട്ടമാണ്. ഞാന് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ KC വേണുഗോപാലിന്റെ എന്താ പറയാ ചീഫ് ഇലക്ഷൻ ഏജന്റായി പ്രവർത്തിക്കുന്ന സന്ദർഭമാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ STV സ്കൂളിൽ ആ കൗണ്ടിങ്ങിൽ നിൽക്കുന്നു. ഇപ്പുറത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഒട്ടേറെ പേർ, അവരന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും വോട്ടുകൾ എണ്ണി മാറുമ്പോൾ സഖാവ് വി എസിനുണ്ടായ അസ്വസ്ഥതകൾ അവിടെ ബോധ്യപ്പെട്ടത് ഞങ്ങൾ പലപ്പോഴും ഇപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. മാത്രമല്ല അർദ്ധരാത്രിയോടുകൂടി, കാരണം ഇത് എല്ലാ ബൂത്തുകളിലെയും വോട്ടുകൾ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അന്ന് പറഞ്ഞുവല്ലോ, കാരണം തോൽക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട്
ഫ്രാൻസിസ് മാറുന്നു എന്ന് പരക്കെ അന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ അന്ന് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ചുക്കാൻ പിടിച്ച ആളുകളുടെ അടുത്ത് പോലും സംസാരിക്കുമ്പോഴൊക്കെ അവർ പിന്നീട് പറഞ്ഞു അവർക്ക് ഒരു അത്ഭുതം മൂറുകയായിരുന്നു. അപ്പോൾ അങ്ങനെ CPM ക്യാമ്പിൽ നിന്നും കോൺഗ്രസിന് ഒരു സഹായം ലഭ്യമായിട്ടുള്ളതായി അങ്ങനെ എന്തെങ്കിലും അറിവ് അങ്ങേക്കുണ്ടോ? എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ ആവില്ല. കാരണം വേറൊന്നുമല്ല, എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അവിടുത്തെ കാര്യങ്ങളിൽ ആരൊക്കെ എങ്ങനെയൊക്കെ വക്കീൽ സാറിനെ സഹായിക്കാൻ അല്ലെങ്കിൽ അച്യുതാനന്ദനെതിരായി നിലപാടെടുത്തു എന്നുള്ളത് പേരെടുത്ത് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ശ്രീ ഫ്രാൻസിസ് സാറിന്, വക്കീലിന്, അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ 41ാം ചരമദിനം 29ാം തീയതി ഈ മാസം നടക്കുകയാണ്. അപ്പോൾ പോലും ഈ അദ്ദേഹത്തിന്റെ അന്ത്യനാളുകൾ അടുത്ത ദിവസങ്ങളിൽ പോലും ഞങ്ങളൊക്കെ പരസ്പരം ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ വ്യക്തമായി അറിയാമായിരുന്നു. ആ അറിയാമായിരുന്ന ആളുകളെ കുറിച്ചെല്ലാം ചിലപ്പോൾ പരാമർശിച്ചിട്ടുണ്ടാകാം പിരപ്പങ്കോട് മുരളിയോട്. പക്ഷേ ഒരു നീക്കം VS-നെതിരെ പാർട്ടിയുടെ ഉറച്ച കോട്ടയിൽ നടന്നു എന്നത് പച്ച പരമാർത്ഥമാണ്. സത്യമാണ്, പച്ച പരമാർത്ഥമാണ്.